എന്തിനാണ് കേരളത്തിന് ഒരു വൈദ്യുത മന്ത്രി? വൈദ്യുതി മന്ത്രി എന്നൊരു മന്ത്രി ആവശ്യമില്ല എന്നും വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാജിവെച്ച് വീട്ടിലിരിക്കണമെന്നും കേരളത്തിലെ ഒരു വൈദ്യുതി വകുപ്പിന് ഒരു മന്ത്രി, അങ്ങനെ ഒരു വകുപ്പേ ഇല്ലാന്ന്, ഒരു മന്ത്രി ആവശ്യമില്ല എന്ന് പറയാം. കേട്ടത്തൊന്നും അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതാണ്, ഒരിക്കലും അദ്ദേഹത്തെ ആക്ഷേപിച്ചതല്ല. കേരളത്തില് സർക്കാർ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നില്ല, വിതരണം നടത്തുന്നില്ല, യാതൊന്നും ചെയ്യുന്നില്ല. ആകെ ഇവിടെ ഉള്ളത് KCB ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവരാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. 10-20 ഇടയിലുള്ള കമ്പനികൾ വേറെ ഉണ്ട് കേട്ടോ. പക്ഷെ അതുകൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിലെ ലിസ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ആ കമ്പനികളിൽ നിന്ന് നമുക്ക് വൈദ്യുതി കിട്ടുന്നില്ല. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ KCB ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രമാണ് ഈ 3.5 കോടി ജനങ്ങൾക്ക് വൈദ്യുതി കൊടുക്കുന്നത്. ആ വൈദ്യുതി കൊടുക്കാൻ വേണ്ടി ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ KCB ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഒരു മന്ത്രി? എന്റെ ചോദ്യം അതാ. ആ മന്ത്രിക്ക് എസ്കോർട്ട് വേണം, ആ മന്ത്രിക്ക് താമസിക്കാൻ വീട് വേണം, മറ്റ് ചെലവുകൾ വേണം, നീന്തൽക്കുളം വേണം, എന്ന് വേണ്ട പൈലറ്റ് വാഹനങ്ങളും സ്റ്റാഫുകളും അടക്കം എന്തെല്ലാം വേണം. എത്ര കോടിയാണ് ചെലവ് മാസം? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു കമ്പനി ഉണ്ട്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്, ഒരു മന്ത്രി വെച്ച് തന്നൂടെ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് കമ്പനികളുണ്ട്, വ്യത്യസ്തമായ കമ്പനികൾ. ആ കമ്പനികൾക്കെല്ലാം ഓരോ മന്ത്രിയെ വെച്ച് കൊടുത്തൂടെ? അതൊക്കെ ഒരു തൊഴിൽ വകുപ്പിന്റെ കീഴിൽ അല്ലെങ്കിൽ മറ്റൊരു വകുപ്പിന്റെ കീഴിൽ ഒക്കെ ആണല്ലോ, നികുതി വകുപ്പിന്റെ കീഴിലൊക്കെ ആണല്ലോ, റവന്യൂ വകുപ്പിന്റെ കീഴിലൊക്കെ ആണല്ലോ അതിന് ഉൾപ്പെടുത്തിയേക്കണേ അല്ലേ? അതുപോലെ ഒരു വകുപ്പിന്റെ കീഴിൽ ഈ വൈദ്യുതി വകുപ്പിനെയും കൂടെ ഉൾപ്പെടുത്തിയാൽ പോരെ? ആകെ ഒരു കമ്പനിയല്ലേ ഉള്ളൂ. ആ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഒരു മന്ത്രി? അപ്പൊ ഇനി മന്ത്രി എന്തിനാണെന്ന് പറഞ്ഞുതരാം. മന്ത്രി എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ 3.5 കോടി ജനങ്ങളായിട്ടുള്ള ഈ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും വൈദ്യുതി വർദ്ധിപ്പിക്കാനും വൈദ്യുതി ചെലവ് വർദ്ധിപ്പിക്കാനും അങ്ങനെ കൂടിയ ചെലവിൽ വൈദ്യുതി വാങ്ങാൻ വേണ്ടി ജനങ്ങളെ നിർബന്ധിക്കാനും വേണ്ടിയിട്ട് ഒരു മന്ത്രി ഇവിടെ വെച്ചേക്കണം. ഇവിടെ ഒരുപാട് കമ്പനികളുണ്ട്, ധാരാളം കമ്പനികളുണ്ട് ഇവിടെ കറണ്ട് ഉൽപ്പാദിക്കുകയും വിതരണം ചെയ്യുന്ന. പക്ഷെ സാധാരണഗതിയിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് കൊടുക്കുന്നത് KCB ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്, മറ്റുള്ളവരില്ല. അതുകൊണ്ട് ഈ ഒരു കമ്പനിക്ക് വൈദ്യുതി വിതരണം നടത്താനും അവർക്ക് തോന്നിയതുപോലെ കറണ്ട് ചാർജ് കൂട്ടാൻ അനുമതി കൊടുക്കാൻ വേണ്ടി എന്തിനാണ് ഒരു മന്ത്രി? നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി ആവശ്യമില്ല. സത്യത്തിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. 7 രൂപയ്ക്ക് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 10-25 കൊല്ലത്തേക്ക് ഒരു കരാർ ഉറപ്പിച്ചു. നമ്മുടെ ഈ സർക്കാർ അതിമനോഹരമായി ആ കരാർ അങ്ങോട്ട് റദ്ദാക്കി. എന്നിട്ട് 12 രൂപയ്ക്ക് അടുത്ത കരാർ അങ്ങോട്ട് ഉറപ്പിച്ചു. അത് സർക്കാരല്ല ഇത് ചെയ്യണതേ, സർക്കാരിന്റെ ഒത്താശയോടുകൂടി KCB ലിമിറ്റഡ് ചെയ്യുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ 7 രൂപയ്ക്ക് വാങ്ങിക്കൊള്ളണം, മര്യാദയ്ക്ക് കുറച്ച് കൊടുത്തോളണം എന്ന് എടുത്ത തീരുമാനം ഈ സർക്കാർ റദ്ദ് ചെയ്തിട്ട് നിങ്ങൾ 12 രൂപയ്ക്ക് വാങ്ങിക്കോളി, കേരളത്തിലെ ജനങ്ങളെ കൊന്നോളി എന്ന് ഉത്തരവ് കൊടുക്കാൻ വേണ്ടി എന്തിനാണ് ഒരു മന്ത്രി? എന്റെ ചോദ്യത ന്യായമല്ലേ? അല്ലെ, മന്ത്രി മാത്രമല്ല, ഇവിടെ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ട്, അതും ഇവിടെ വേണ്ട, അതിനെ നിരോധിക്കണം, അത് വേണ്ട, ആവശ്യമില്ല. പറയാൻ കാരണം റെഗുലേറ്ററി കമ്മീഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 ഹിയറിംഗ് നടന്നു. കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം. 4 ഹിയറിംഗ് എന്തിനാ നടന്നത്? വൈദ്യുതി ചാർജ് കൂട്ടാൻ പോവാണ്. ആ കൂട്ടുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ജനങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിച്ച് കേൾക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഹിയറിംഗ് മുഴുവൻ നടന്നതെന്ന് പറയുന്നു. അതിൽ കോഴിക്കോടും അതുപോലെ മറ്റു സ്ഥലത്തുമൊക്കെ വെറും ഒരു 50 കസേര ഇട്ടുകൊണ്ട് സാധാരണഗതിയിൽ KSEBന്റെ 4 ഉദ്യോഗസ്ഥന്മാർ വന്നിരിക്കും, അവർ കൈപൊന്തിച്ച് സമ്മതിക്കും, അതനുസരിച്ചിട്ട് പോകാന്ന് കരുതി. എന്നാൽ ഡിഫറന്റ് ആംഗിൾസ്, അതുപോലെ ഷാജൻ സ്കറിയ, പിന്നെ ആം ആദ്മി പാർട്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഒരു വക്കീല്, നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് ആഞ്ഞു പിടിച്ചപ്പോ എല്ലാ ഹിയറിംഗ് സെന്ററുകളിലും ആളങ്ങോട്ട് പെരുകി, അങ്ങോട്ട് കൂടി, തടിച്ചങ്ങോട്ട് കൂടി, ജനങ്ങളങ്ങോട്ട് കൂടി. ഇതവർ പ്രതീക്ഷിച്ചില്ല, റെഗുലേറ്ററി കമ്മീഷൻ പ്രതീക്ഷിച്ചില്ല. ഉടനെ ആ ഹോളൊക്കെ മാറ്റി പുതിയ ഹോൾ എടുക്കേണ്ടി വന്നു, വലിയ LED സ്ക്രീൻ വെക്കേണ്ടി വന്നു, മറ്റു പലതും വെക്കേണ്ടി വന്നു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു. ഏതായാലും അവിടെ ഹിയറിംഗ് നടന്നു. ഹിയറിംഗ് നടന്നപ്പോൾ ഒരാൾ പോലും കറണ്ട് ചാർജ് കൂട്ടാൻ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, KCB ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇപ്പൊ തന്നെ കോടികളിൽ ലാഭത്തിലാണെന്ന് തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഹിയറിംഗ് നടന്ന എല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇതാണ് സത്യമെന്നിരിക്കെ KCB ലിമിറ്റഡിന് നഷ്ടം വരുന്നുണ്ടെങ്കിൽ അത് കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് കിട്ടുന്നതിന്റെ 40%-ലധികം ശമ്പളമാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഭീമമായ ശമ്പളം തുക കൊടുത്തുകൊണ്ട് സംഖ്യ അങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് നഷ്ടം വരുന്നതെന്നും അനാവശ്യമായ തസ്തികകൾ, ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന അനാവശ്യമായ തസ്തികകൾ ധാരാളം ഉണ്ടെന്നും ഇഷ്ടക്കാരെ മുഴുവൻ നിയമിച്ചുകൊണ്ട് തോന്നിയതുപോലെ ശമ്പളം കൊടുക്കുന്നത് കൊണ്ടാണെന്നും അതുകൊണ്ടാണ് ഇത് നഷ്ടത്തിൽ വരുന്നതെന്നും യഥാർത്ഥത്തിൽ ഇത്രയൊക്കെ വാരിക്കോരി കൊടുത്തിട്ടും ഇത് ലാഭത്തിലാണെന്ന് കണക്ക് കൊടുത്ത് എല്ലാ ഹിയറിംഗ് സെന്ററുകളിലും കൃത്യമായി എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷവും അതിന്റെ റിസൾട്ടായിട്ട്
കറണ്ട് ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉത്തരവ് കൊടുക്കാനായിട്ട് അങ്ങോട്ട് റെഗുലേറ്ററി കമ്മീഷൻ മന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനുമതി കൊടുക്കാൻ വേണ്ടിയിട്ട് മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ? ഈ ബോർഡുകളും കമ്മീഷനും ഒക്കെ എന്തിനാ? കേരളത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നതും ജനങ്ങളോട് ചോദിച്ചിട്ട് ആലോചിച്ചിട്ട് വേണമെന്ന് നിയമമാണ്. നിങ്ങൾക്ക് അറിയൂ, എന്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് അറിയില്ലോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനങ്ങളോട് ചോദിക്കണം. ഇത് ജനാധിപത്യ രാജ്യമാണ്. സർക്കാരിന് തീരുമാനം എടുക്കാൻ പറ്റൂല. സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് ജനങ്ങളിലേക്ക് ഹിയറിങ്ങിന് വെക്കും. പക്ഷെ ഈ ഹിയറിംഗ് ഉള്ളതൊന്നും നമ്മൾ അറിയില്ല എന്നാണ് വസ്തുത. നമ്മൾ അറിയാറില്ല. ഇപ്പൊ ഗ്രാമസഭയിൽ ഇത്തരം കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജനങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ട് ആ തീരുമാനമാണ് മിനിറ്റ്സിൽ എഴുതി വെക്കേണ്ടത് ആണോ? നിങ്ങൾ പറ. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർമാര് തീരുമാനിക്കും, കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയും, അത് ബാക്കിയുള്ളവർ ഒപ്പിട്ടിട്ട് അങ്ങ് പോകും. ആ മിനിറ്റ്സിന്റെ താഴെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒപ്പിടുക. അവിടെ തീരുമാനമായിട്ട് ഈ ജനങ്ങൾ മുഴുവൻ തീരുമാനിച്ച തീരുമാനമായിട്ട് എഴുതി ചേർന്നിട്ട് തോന്നിയതുപോലെ അങ്ങോട്ട് ചെയ്യും. ഇതാണ് കാരണം. മനസ്സിലായില്ലേ? അപ്പോ എവിടെയാണ് ഗ്രാമസഭയിൽ അപേക്ഷ ഫോം കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് അത് പാസ്സാക്കേണ്ടതെന്നും പഠിപ്പിച്ചു തരുമോ? ഏതെങ്കിലും ഒരു മെമ്പർ പഠിപ്പിച്ചു തരുമോ? ഇല്ല, പഠിപ്പിച്ചു തരൂല. അതുപോലെ തന്നെയാണ് എല്ലാം. കേരളത്തില് എന്ത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിലും, ഏത് കാര്യം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ട വകുപ്പ് ഹിയറിംഗ് വെക്കണം. അങ്ങനെ ഹിയറിംഗ് വെച്ച് ജനങ്ങളെല്ലാം കൂടി, വരുന്ന ജനങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ട് ആ തീരുമാനം നടപ്പിലാക്കാനാണ് ഇവിടെ ഒരു മന്ത്രിസഭയും ഡിപ്പാർട്ട്മെന്റും എല്ലാം. ഇവിടെ അത് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഒരു റെഗുലേറ്ററി കമ്മീഷൻ എന്നൊരു കമ്മീഷൻ, ഇതിനു വേണ്ടിയാണ് 4 ഹിയറിങ്ങുകൾ പലയിടത്തും വെച്ചേക്കണേ. എന്തിനാണ് റെയിൽവേ ബോർഡ്, എന്തിനാണ് വഖഫ് ബോർഡ്, എന്തിനാണ് അതുപോലെ മറ്റു ബോർഡുകളൊക്കെ? ഇതൊക്കെ ഇതാണ്. നമ്മൾ തർക്കിക്ക വേളയും കൂട്ടൊന്നും വേണ്ട. നമുക്കെല്ലാം തിരുത്താനുള്ള അവകാശവും അധികാരവും ജനങ്ങൾക്കാണ്. പക്ഷെ ജനങ്ങളെ ഇതൊന്നും അറിയിക്കാറില്ല, ജനങ്ങൾ പോകാറില്ല. എവിടെയെങ്കിലും 1 ഇഞ്ച് 1.5 സെന്റിമീറ്റർ കോളത്തിൽ ഒരു വാർത്ത കൊടുക്കും, ഇന്ന സ്ഥലത്തൂടെ ഹിയറിംഗ്, ആരും അറിയില്ല. വേണ്ട, വൈദ്യുതി വകുപ്പ് ഹിയറിംഗിന് വേണ്ടി കൊടുത്ത മലയാളികളായിട്ട് സാധാരണക്കാർ പങ്കെടുക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ കൊടുത്തു. അത് മലയാളത്തിൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണ്ടേ? ഒറ്റ ക്ലിക്കിൽ എല്ലാവർക്കും വായിക്കാൻ വേണ്ടി അത് പ്രസിദ്ധപ്പെടുത്തണ്ടേ? ഇന്റർനെറ്റിന്റെ കാലമല്ലേ? എന്തിന് പ്രസിദ്ധപ്പെടുത്തുന്നല്ലേ? ഇതൊക്കെ പ്രസിദ്ധപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇത്രയും ആൾക്കാർ വന്നുകൂടി കണക്കുകൾ രേഖാമൂലം എടുത്തിട്ട് കൊടുത്തിട്ടും ഈ റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി കൂട്ടാൻ വേണ്ടി അനുമതി കൊടുത്തു, മന്ത്രി അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഇവിടെ ഒരു മന്ത്രി? പിന്നെന്തിനാണ് ഇവിടെ ഒരു റെഗുലേറ്ററി കമ്മീഷൻ? ജനങ്ങളുടെ വാക്കിന് എന്ത് വില? എന്റെ ചോദ്യമാണ്. അപ്പൊ ഇവിടെ വൈദ്യുതി ചാർജ് വർദ്ധിക്കാൻ പോവാണ്. അപ്പൊ പറയണെന്തറിയോ? സർക്കാർ പറയണത് ജനങ്ങൾക്ക് പോറലേക്കാതെ വർദ്ധിക്കും. അങ്ങനെ ഖജനാവിന്ന് പൈസ എടുത്തു കൊടുക്കുമോ? ജനങ്ങളല്ലാതെ പിന്നെ ആരാ പൈസ എടുത്തു കൊടുക്കണേ? ജനങ്ങളെ കേസ് എന്നല്ലാതെ ജനങ്ങളെ പോറലേൽപ്പിക്കാന്ന് പറഞ്ഞാല് കുത്തി മുറിവയ്ക്കാതെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വാങ്ങുന്നതാണോ പറയണേ? എന്താ ഉദ്ദേശിക്കണേ? ഇപ്പൊ തന്നെ സെസ്സും മറ്റു കാര്യങ്ങളൊക്കെ അറിയാലോ. എന്ത് സെസ്? നിങ്ങൾ ബില്ലൊന്നും എടുത്ത് നോക്കണം കേട്ടോ. കുറെ കാര്യങ്ങൾ ആ ചാർജ് ഈ ചാർജ് എഴുതി വെച്ചിട്ടുണ്ട്. സർചാർജ്, മന്ത്ലി ചാർജ്, ഇയർലി ചാർജ് കുറെ ഉണ്ട്. നിങ്ങൾ കറണ്ട് ബിൽ എത്രയാണെന്ന് നോക്ക്. ആ കറണ്ട് ബിൽ, എനർജി ചാർജ് എത്രയും നോക്കിയിട്ട് ബാക്കി എത്രയൊക്കെ കൂട്ടി നോക്ക്. ഇപ്പൊ തന്നെ എന്തോരം കൂട്ടി വെച്ചേക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉമ്മൻചാണ്ടി സർക്കാർ 25 വർഷത്തേക്ക് ഉണ്ടാക്കി 7 രൂപയ്ക്ക് വാങ്ങാനുള്ള കരാർ ഇവിടെ റദ്ദ് ചെയ്തിട്ട് 12 രൂപയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ പുതിയ കരാർ ഉണ്ടാക്കിച്ചേക്ക. അപ്പൊ അത് പറ്റൂല. ആർക്ക് കൊള്ളടിക്കാൻ വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയാലേ ഉദ്യോഗസ്ഥന്മാർക്ക്, യൂണിയൻ നേതാക്കൾക്കും കൊള്ളടിക്കാൻ പറ്റൂ. നമുക്കിവിടെ ഒരു യൂണിയൻ നേതാവ് ഉണ്ടായിരുന്നു. ആ യൂണിയൻ നേതാവിനെ ആണൊരുത്തൻ ചെയർമാനായി വന്നപ്പോ അവിടെ നിന്ന് തൂക്കി എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. അറിയാലോ? മാറ്റിയതിന് ആ ചെയർമാനെ തൂക്കി എറിഞ്ഞിട്ട് വീണ്ടും അവിടേക്ക് വന്നു. എന്തിന്? യൂണിയൻ നേതാവ് എന്തിനാ തിരുവനന്തപുരത്ത് വന്നത്? പണിയെടുക്കാതെ കായ് ഉണ്ടാക്കാൻ. അതായത് കുറെ യൂണിയൻ നേതാക്കന്മാരുണ്ട്, അവര് തീരുമാനിക്കും എവിടെ നിന്ന് വാങ്ങണം, എത്ര വാങ്ങണം എന്ന് തീരുമാനിക്കും. എന്നിട്ട് ഇതിന്റെ കമ്മീഷൻ കൊണ്ട് പുട്ടടിക്കും. ഇതിന്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങള്. ശരിയാണോ? നിങ്ങൾ ആലോചിക്കുക. ഞാൻ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ ആലോചിക്കുക. ശരിയാണോ എന്ന് ആലോചിച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കേ. എന്തിനാണ് ഇനി ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നത്? ഇവിടെ KSEB ഉദ്യോഗസ്ഥരും KSEB വരുത്തി വയ്ക്കുന്ന ധൂർത്ത്, അതുപോലെ അധിക നിയമനം, അവരുടെ അനാവശ്യമായ ചെലവ്, ഇതിനെല്ലാം ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾ നോക്കണമെന്നാണോ? ഇത് എന്തിനാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്? വേണ്ട, ഏറ്റവും താഴെ തട്ട് നോക്കാം നമുക്ക്. ഏറ്റവും താഴെ തട്ടിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. ഏത് ഈ പോസ്റ്റ് കയറാൻ നിൽക്കുന്നവരും അതുപോലെ കമ്പി വലിക്കാൻ നിൽക്കുന്നവരും എത്ര പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ട്? ഒക്കെ കരാർ പണിക്കാരല്ലേ? കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ മേലെ തട്ടിൽ ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു പണിയില്ല, വെറുതെ കുത്തിരിക്കണം അവിടെ. ഒരു മാസത്തിലോ 2 മാസത്തിലോ ഒരു ഒപ്പിടണം. എന്തിനാ എന്റെ ആവശ്യം? അതിനൊന്നും ആവശ്യമില്ല. ആവശ്യത്തിലുള്ള തൊഴിലാളികളും ആവശ്യത്തിനുള്ള സാലറി, ആവശ്യമുള്ള പെൻഷൻ സംവിധാനങ്ങളും ഇതൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ യാതൊരു പ്രശ്നമില്ല. ഇപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ടും കൊള്ള പൈസക്ക് വാങ്ങിയിട്ട് ഈ രീതിയിൽ വിറ്റിട്ടും ഇവിടെ ലാഭമാണ്, കോടിക്കണക്കിന് ലാഭമാണ്. പക്ഷെ ആ ലാഭം കിട്ടിയാൽ പറ്റൂല.
ഈ ലാഭത്തിൽ പോകുന്ന കമ്പനി എന്തിനാണ് വീണ്ടും വില കൂട്ടുന്നതെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇപ്പോ? അതായത് ഇപ്പൊ തന്നെ 1, 2, 3, 4, 10 കോടി രൂപ ലാഭം ഉണ്ടെങ്കിലും, പ്രതിമാസം ലാഭം ഉണ്ടെങ്കിലും അവർ വീണ്ടും വില കൂട്ടും. കാര്യം വില കൂട്ടിയാലേ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ വൈദ്യുതി വാങ്ങിയിട്ട് ഇവിടെയുള്ള വൈദ്യുതി ഉൽപാദനം നിർത്തിയിട്ട് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയാലേ കമ്മീഷൻ അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. ഇവിടെ ഉൽപ്പാദിപ്പിച്ചാൽ കമ്മീഷൻ അടിച്ചു വാങ്ങാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പോ ഉറക്കനടിച്ചിരിക്കാതെ പ്രതികരിക്കും. അത് സൈബർ സഖാക്കളായാലും ആരായാലും എണ്ണി കൊടുക്കുന്നത് ചുളയല്ലേ? അത് എണ്ണി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങോട്ട് പ്രതികരിക്കുന്നത് ഈ പറഞ്ഞത് ഉള്ളതാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റായിട്ടും ഇങ്ങോട്ട് പ്രതികരിക്കുക, കയറി അങ്ങോട്ട് പോട്ടെ.